സ്ക്രിപ്റ്റ് കുഴപ്പമില്ല, പക്ഷേ ഇത് എന്താണെന്നുള്ളൊരു ടോട്ടൽ ഐഡിയ കിട്ടാൻ ഭയങ്കര പാടാണ്. ഓവറല്ല, അനശ്വരയുടെ ഒരു കുറച്ചായിട്ട് നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. സജിൻ ഗോപു ഷോ, അത് തന്നെ അത്ര പറയാം. കാണണം എന്നുണ്ടായിരുന്നു. ലൈക്ക് അമ്പാൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നതും അനശ്വര എന്താ വ്യത്യാസമായിട്ട് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ട്. പൈങ്കിളി കഴിഞ്ഞ കുറച്ച് ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ചിരിച്ച് ആസ്വദിച്ച് കണ്ട സിനിമയാണ്. കഥ വലുതായിട്ടില്ല, അതുകൊണ്ട് OTT ഒക്കെ വരാൻ നേരത്ത് കുറച്ച് നല്ല കോമഡി പടം, ഇഷ്ടപ്പെട്ടു. നല്ല പടം. ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിങ് സൂപ്പറായിരുന്നു. എൻ്റെ നായകൻ്റെ സൂപ്പർ ഫിലിം ഇഷ്ടപ്പെട്ടു. കോമഡി സൂപ്പർ, നല്ല അഭിനയം, അടിപൊളി. നല്ല മൂവിയായിരുന്നു, ഫൺ ത്രില്ലറായിരുന്നു. കോമഡി കൊള്ളാം, എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അബു സലീമിൻ്റെ ഒക്കെ രസമുണ്ട് കോമഡി. അങ്ങനെ അബു സലീമിൻ്റെ കോമഡി കണ്ടിട്ടില്ല. കൊള്ളാം, വർക്കാവുന്നുണ്ടല്ലോ. അമ്പാൻ്റെ നന്നായിട്ടുണ്ട്, അഭിനയമൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല ചിരിക്കാനും ഒക്കെ ഉണ്ട്, രസമുണ്ട്. അവർ രണ്ടുപേരും ഒരേപോലെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കല്ല, കാണണം എന്നുണ്ടായിരുന്നു. ലൈക്ക് അമ്പാൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നതും അനശ്വര എന്താ വ്യത്യാസമായിട്ട് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ഓവറല്ല, അനശ്വരയുടെ ഒരു കുറച്ചായിട്ട് നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. സജിൻ ഗോപു ഷോ, അത് തന്നെ അത്ര പറയാം. ഓവറോൾ കൊള്ളാം, ഫൺ പാക്കേജ് ആണ്. നല്ല പടമാണ്, അടിപൊളി പടം. കണ്ടുകൊണ്ടിരിക്കുക. ആദ്യം തൊട്ട് അവസാനം വരെ കോമഡി ഉണ്ട്. പിന്നെ കഥ വലുതായിട്ടില്ല, അതുകൊണ്ട് OTT ഒക്കെ വരാൻ നേരത്ത് കുറച്ച് അത്ര റെസ്പോൺസ് കാണില്ല. പക്ഷേ തിയേറ്ററിൽ എന്തായാലും വന്ന് കാണാൻ പറ്റുന്ന പടമാണ്. കണ്ടിരിക്കാനുള്ളതുണ്ട്. സജിൻ ഗോപു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അനശ്വര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ഉണ്ട്, ഫാമിലിക്കും കാണാൻ പറ്റും, എല്ലാവർക്കും വന്ന് കുറച്ച് നേരം ചിരിച്ച് പോവാം. കഥയായിട്ടില്ല, നല്ല പടം. മൊത്തത്തിൽ നല്ല പടമാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന പടമാണ്. 10-ഒരു 7.5 കൊടുക്കാം. ചിരിച്ച് ത്രൂ ഔട്ട് ചിരിക്കാനുണ്ടായിരുന്നു. കുറച്ച് കോമഡീസ് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. കൊള്ളാം, പക്ഷേ കൊള്ളാം, ത്രൂ ഔട്ട് ചിരിക്കാനുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല സിനിമയാണ്, കോമഡി ഫിലിമാണ്, കണ്ടിരിക്കാം, കൊള്ളാം. അനശ്വരയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതില്ല, നല്ല സൂപ്പർ സിനിമയാണ്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. പുള്ളി അമ്പനായിട്ട് പുള്ളിയുടെ ശരിക്കുള്ള പേരെനിക്ക് അറിയാൻ പാടില്ല. പുള്ളി നൈസാണ്, പുള്ളി കിടുക. അനശ്വരയുടെ ക്യാരക്ടർ എന്തിനങ്ങനെ പ്ലേസ് ചെയ്ത് അത്രയും ഇത് കൊടുത്തെന്നറിയില്ല. സ്ക്രിപ്റ്റ് കുഴപ്പമില്ല, പക്ഷേ ഇത് എന്താണെന്നുള്ളൊരു ടോട്ടൽ ഐഡിയ കിട്ടാൻ ഭയങ്കര പാടാണ്. കണ്ടുകൊണ്ടിരിക്കുക, ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന നിലയിൽ കണ്ടിരിക്കാം. പിന്നെ പാട്ടുകൾ കൊള്ളാം, പക്ഷേ ലിറിക്സ് എഴുതിയിരിക്കണ വിനായക് ശശികുമാർ ആണെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുത്തിന് നോക്ക പോലും വേണ്ട, അത്ര ബോർ ലിറിക്സാണ്. പുള്ളിയെ സ്ഥിരം കാണിക്കുന്ന സാധനം തന്നെ അതിനകത്ത് ചെയ്തു. അതല്ലാതെ വിഷ്വലിയും എല്ലാം അപ്പീലിംഗ് ആണ്. റൊമാൻസ് വെച്ചിട്ട് റൊമാൻസ് തന്നെയാണ്, എന്തുകൊണ്ടും ബെറ്റർ റൊമാൻസ് തന്നെയാണ്. കാരണം അത് കുറച്ചുകൂടെ കണ്ടൻറ് ഉണ്ട്, ആൾക്കാർക്ക് പിടിച്ചിരുത്താനായിട്ടുള്ള കണ്ടൻറ് കുറച്ചുകൂടെ ഉണ്ട്. അതെ കിളി പോയ സംഭവം, അത് നമുക്ക് കിളി പോകും. അത് അവർക്കാണോ വട്ട്, അതിൽ ആർക്കാണ് വട്ട്, ഇനി കണ്ടുകൊണ്ട് നമുക്കാണോ വട്ടെന്നുള്ളത് തിരിഞ്ഞു വരുമ്പോൾ പടം തീരും. പൈങ്കിളി കഴിഞ്ഞ കുറച്ച് ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ചിരിച്ച് ആസ്വദിച്ച് കണ്ട സിനിമയാണ്. നമ്മുടെ രോമാഞ്ചവും ആവേശമൊക്കെ ചെയ്ത ജിത്തു മാധവൻ സ്ക്രീൻ പ്ലേയിൽ പങ്കാളിയായിട്ടുള്ള സിനിമയായതുകൊണ്ട് തന്നെ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും മത്സരിച്ച് അഭിനയിച്ച മറ്റൊരു സിനിമയാണ് പൈങ്കിളി എന്ന് പറയാം. സജിൻ ഗോപു ഒരു ഹീറോ എൻട്രി, അതുപോലെ അനശ്വരയുടെ ക്യാരക്ടർ, അതുപോലെ ചന്തു സൽകുമാറിൻ്റെ ക്യാരക്ടർ, അതുപോലെ എടുത്തു പറയണം നമ്മുടെ അതിൻ്റെ പേര് പറഞ്ഞാൽ നമ്മുടെ ആവേശത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ അവരുടെ 3 പേരിൽ ഒരുത്തനായിട്ട് അഭിനയിച്ച പുള്ളിയുടെ പേര് ഞാൻ വിട്ടു, സോറി. ആ പുള്ളിക്കാരൻ എല്ലാവരും പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു. ഈ പറഞ്ഞ ഒരു നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു, ആവേശ രോമാഞ്ച വൈബ് ഉണ്ടായിരുന്നു. തിയേറ്ററിൽ എല്ലാവരും മൊത്തത്തിൽ ചിരിച്ച് ആസ്വദിച്ച് കണ്ട സിനിമയാണ്.